ഇന്ന് നോയമ്പാചരണത്തിൻ്റെ 27ാമത്തെ ദിവസമാണ്. ഇന്ന് നിങ്ങളോടൊക്കെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ എന്നെ അനുവദിച്ച നമ്മുടെ ഇടവകാരി ബഹുമാനപ്പെട്ട സോണി വിലിപ്പച്ചനോടും ഉച്ചമ്മയോടും നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ 27 ദിവസക്കാലം നമ്മൾ നോയമ്പ് ആചരണം കഴിഞ്ഞു. 27 ദിവസം നമ്മൾ നോയമ്പ് ആചരിച്ചിട്ട് 27ാമത്തെ ദിവസമായിരിക്കുന്ന ഇന്ന് നമ്മുടെ ജീവിതം എപ്രകാരം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു? 27 ദിവസത്തിന് മുൻപുള്ള അനുഭവങ്ങളിൽ കൂടി തന്നെയാണോ നമ്മൾ നീങ്ങുന്നത്? അതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുത്തുവാനായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോയമ്പാചരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായി എന്ന് വേണം പറയുവാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 27 ദിവസത്തിന് മുൻപുള്ളതുപോലെ തന്നെ ഒരു പള്ളിയാരാധനയിൽ വന്ന് കടന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ സാധാരണ മീറ്റിങ്ങിൽ വന്ന് കടന്നു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഒന്നും ഒരു രീതിയിലും ക്രമപ്പെടുത്താതെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതെ നമ്മൾ പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ നോയമ്പാചരണം വൃഥാവാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ നോയമ്പാചരണം വൃഥാവായി തീരരുത്. നമ്മുടെ നോയമ്പാചരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ബലഹീനതകളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശദീകരണം പ്രാപിച്ച ഒരു അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ഈ 50 ദിവസത്തെ നോയമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമർ 8:13. ഒരു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ രാത്രിക്കായിട്ട് സ്തോത്രം കർത്താവേ. കഴിഞ്ഞ 27 ദിവസക്കാലം ഞങ്ങൾ നോയമ്പാചരിച്ച് കർത്താവ് 27ാം ദിവസത്തിലേക്ക് വന്നു ചേർന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാൻ, ദൈവസന്നിധിയിലെ കൃപകൾ പ്രാപിച്ച് മടങ്ങി പോകുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഇട നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ നോയമ്പ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ 26 ദിവസക്കാലം കേട്ടു. നോയമ്പ് എന്താണെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. നോയമ്പ് എന്ന് പറയുന്നത് ചില ആഹാര പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടോ ചില ജീവിത ദിനചര്യകൾ മാറ്റിവെക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല നോയമ്പ്. അത് നോയമ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നോയമ്പ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ വിളക്കി ചേർക്കുന്ന അനുഭവമാണ് നോയമ്പ് എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിരപ്പ് പ്രാപിക്കുന്ന അനുഭവം. നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിരപ്പ് പ്രാപിക്കുന്ന ഒരു അനുഭവമായി നമ്മുടെ നോയമ്പാചരണം മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ എല്ലാവരും പാപികളാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്തവരാണ്. പാപികളായിട്ട് മനുഷ്യരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. പരിശുദ്ധന്മാരെ അല്ല വിളിക്കാനല്ല ദൈവം ലോകത്തിലേക്ക് വന്നത്, പാപികളെ വിളിക്കാനാണ് ദൈവം ലോകത്തിലേക്ക് വന്നത്. പാവത്താൽ നശിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഉയർത്തിയെടുത്ത് പരിശുദ്ധന്മാരാക്കി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്ന വലിയ പ്രക്രിയയാണ് ക്രിസ്തീയ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പ്രാപിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് സാധിക്കുന്നത്. ചില ആളുകൾ നോയമ്പ് നോക്കുന്നത് ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 50 ദിവസത്തെ നോയമ്പ് ചെയ്യാൻ നോക്കാം, എനിക്കൊരു വീട് വേണം. 50 ദിവസത്തെ നോയമ്പ് ചെയ്യാൻ നോക്കാം, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ജോലി വേണം. 50 ദിവസത്തെ ഒരു നോയമ്പ് ചെയ്യാൻ നോക്കാം, എൻ്റെ ജീവിത ക്രമങ്ങളൊക്കെ ഒന്ന് നന്നായി വരണം. എന്നിങ്ങനെയൊക്കെയുള്ളതായ നേർച്ചകൾ നേർന്നുകൊണ്ട് നോയമ്പ് നോക്കുന്ന ചിലരെ കാണുവാനായിട്ട് സാധിക്കും. ഇതൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ആദ്യമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവർക്കാണ് ദൈവം എല്ലാം കരുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവാൻ
ദരിദ്രനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചാലും അവൻ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവനെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ ദേശത്തിൽ അവനെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി നോയമ്പ് ആചരിക്കേണ്ട, നിങ്ങളുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി നോയമ്പ് ആചരിക്കേണ്ട. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗങ്ങളായി തീർന്നെങ്കിൽ മാത്രമേ നോയമ്പാചരണം കൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. പാപം ചെയ്യാത്തവരാരുമില്ല, എല്ലാവരും പാപം ചെയ്തു. വചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന ജനതയെ ഉയർത്തിയെടുക്കുവാനായിട്ടാണ് കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. 50 ദിവസത്തെ നോയമ്പിലൂടെ തന്റെ ജീവിതക്രമങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചിട്ട്, വന്നുപോയ കുറവുകളെയെല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിശദീകരണം പ്രാപിച്ച് 50-ാം നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവന്റെ ക്രൂശുമരണത്തെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അല്ലാതെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ, വ്യതിയാനമൊന്നുമില്ലാതെ, ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ, ജീവിതത്തിൽ യാതൊരു അനുതാപമില്ലാതെ, യാതൊന്നും പ്രാപിക്കാതെ നമ്മൾ എത്ര നോയമ്പാചരിച്ചിരുന്നാലും, എത്ര വിശുദ്ധമേശയിൽ പങ്കുകൊണ്ടിരുന്നാലും, എത്ര കഷ്ടാനുഭവാഴ്ച കൊണ്ടാടിയിരുന്നാലും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തികളുടെയും വിശുദ്ധീകരണമാണ്. നോയമ്പ് കാലം വിശുദ്ധീകരണത്തിന്റെ കാലമാണ്. ലൗകിക മനുഷ്യന്റെ നോയമ്പിലേക്കുള്ള സമർപ്പണം മൂലം ആ ലൗകിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുന്നു. അവിടെയാണ് ജനനം എന്ന് പറയുന്നത്, വീണ്ടും ജനനം എന്ന് പറയുന്നത്. ലൗകിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുന്ന അനുഭവമാണ് നോയമ്പിന്റെ കാലഘട്ടം. എന്താണ് നോയമ്പിന്റെ കാലഘട്ടത്തിൽ? വിശുദ്ധീകരണം ആവശ്യമാണ്. ജീവിതത്തിൽ വിശുദ്ധീകരണം ആവശ്യമാണ്. വാക്കുകൊണ്ട്, വിചാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, നോട്ടം കൊണ്ട്, എന്തെല്ലാം കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലാം നമുക്ക് കുറവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണത്തിൽ നിറഞ്ഞ ലോകത്തിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പാപക്കറകൾ വന്നു പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് വിശദീകരണം പ്രാപിക്കാനുള്ള അവസരമാണ് ഈ നോയമ്പാചരണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലൗകികനായ മനുഷ്യൻ വിശദീകരണം പ്രാപിപ്പാനായിട്ട് നോയമ്പ് ആചരിക്കുന്നു. ആത്മീയ മനുഷ്യനായ അവൻ രൂപാന്തരപ്പെടുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോയമ്പുകാല ജീവിതത്തിൽ ഒരു പുനർപരിശോധനയുടെ കാലമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോയമ്പ് കാലം എന്ന് പറയുന്നത് പള്ളി ആരാധനയ്ക്ക് ചുമ്മാതെ വന്നിരുന്നിട്ട് പോകുന്ന അനുഭവമല്ല. ഒരു പുനർപരിശോധന. നമ്മൾ കൗമ ചൊല്ലുമ്പോൾ ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അതിനുശേഷം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഷ്ഠയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രതിഷ്ഠയോടെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന കൗമകളാണ് നമ്മളെല്ലാം ചെല്ലുന്നത്. എന്താണ് ആ കൗമയിലൂടെ നാം അനുഭവമാക്കുന്നത്? നമ്മൾ വെറുതെ വാചകങ്ങൾ വായിച്ചു പോവുകയല്ല, പിന്നെയോ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധീകരണം പ്രാപിപ്പാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നോയമ്പാചരണം കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് ഓർക്കണം. കുറവുകൾ കണ്ടെത്തി ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനുള്ള അവസരമായി നോയമ്പാചരണം സാധിക്കണം. കുറവുകൾ കണ്ടെത്തണം. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളെ വെച്ചുകൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, ആ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ തന്നെ അവിടെ ഒന്ന് ഇറക്കി വയ്ക്കുമ്പോൾ നമ്മുടെ കുറവുകൾ വെളിപ്പെട്ട് വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൃഷ്ടാന്തമായിട്ടുള്ളത് യേശു അല്ലാതെ വിശുദ്ധിയുള്ളവർ ആരുമില്ല. കർത്താവല്ലാതെ വിശുദ്ധിയുള്ളവരായി ലോകത്തിൽ ആരുമില്ല. നമുക്ക് ആധികാരികമായി നമ്മളെ തന്നെ പരിശോധിക്കുവാൻ, നമുക്കെന്തോ അനുഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പരിശോധിക്കുവാൻ നമുക്ക് പറ്റിയ ഒരാള് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. ആ കാൽവറി ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ കുറവുകളെ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഇറക്കി വയ്ക്കുമ്പോഴാണ് എനിക്ക് വിശദീകരണം പ്രാപിപ്പാനായിട്ട് സാധിക്കുന്നത്. ആ കാൽവറി ക്രൂശിലെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അവസാനത്തുള്ളി രക്തം വരെയും ആ കാൽവറി ക്രൂശിൽ ഒഴുക്കി തന്നത് നമ്മുടെ പാപമോചനത്തിനും നമ്മുടെ ശുദ്ധീകരണത്തിനും വേണ്ടിയിട്ടാണ്. അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ഓരോ വ്യക്തികൾക്കും അവൻ പാപമോചനം നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഈ കഷ്ടാനുഭവാഴ്ചയിലെ ആരാധന, ഈ കഷ്ടാനുഭവാഴ്ചയിലെ നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ നോയമ്പിന്റെ ആരാധനയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിനുള്ള അവസരങ്ങളാക്കി തീർത്തെങ്കിൽ മാത്രമേ ഈ ആരാധന കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. ഇല്ല
അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ചെലവഴിക്കാമെന്നല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കണ്ടുപോകാമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വിശദീകരണം പ്രാപിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പാപം ചെയ്യാത്ത വ്യക്തികൾ ആരുമില്ല, എല്ലാവരിലും പാപങ്ങളുണ്ട്. ഈ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോഴാണ് പാപമോചനം പ്രാപിപ്പാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ കുറവുകളില്ലാത്ത മനുഷ്യരില്ല. അതുകൊണ്ട് രണ്ടാമതായിട്ട് കുറവുകൾ കണ്ടെത്തി പരിഹരിച്ച് യഥാസ്ഥാനപ്പെടണം. നമ്മുടെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തി യഥാസ്ഥാനപ്പെടുന്ന അനുഭവമാണ് നോയമ്പ് ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തി ആ കുറവുകളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നവരായിട്ടല്ല, പിന്നെയോ നമ്മൾ യഥാസ്ഥാനപ്പെടണം. സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. യഥാസ്ഥാനപ്പെടുത്തുക, സ്ഥാനം തെറ്റിയുള്ള അനുഭവത്തിൽ നിന്ന് യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. അത് ക്രൂശിൽ കൂടി മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. കർത്താവിൻ്റെ അനുഗ്രഹത്താലല്ലാതെ സാധ്യമായി തീരുകയില്ല. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ അതിന് സന്നദ്ധരായി കടന്നു ചെല്ലണം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഈ നോയമ്പിലേക്ക് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. ദൈവവിളി കേട്ടുകൊണ്ട് കടന്നു വന്ന നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ നിങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ പഴയ സ്വഭാവത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാസ്ഥാനപ്പെടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഥാസ്ഥാനപ്പെടണം. 3, ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കണം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം, മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കണം. അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ നോയമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും നമുക്ക് സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ, വിരോധമില്ല എന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാനും അനുരഞ്ജനം പ്രാപിക്കുവാനുള്ള അവസരമായി നോയമ്പ് നമുക്ക് ആയിത്തീരണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് കാൽവരി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം ഒഴുകിത്തന്ന് ക്ഷമയുടെ മൂർത്തിഭാവമായതുപോലെ നമ്മൾ ക്ഷമയുടെ മൂർത്തിഭാവമായി തീർന്ന് അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിലും സഭയിലും സമൂഹത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ നോയമ്പാചരണം കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപമാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ക്രൂശിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. ആ കാൽവരി ക്രൂശിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് ഞാൻ ചെയ്തു പോയ പാപങ്ങൾ, ഞാൻ ചെയ്തു പോയ കുറവുകൾ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിങ്കിൽ ഒന്ന് ഇറക്കി വെച്ചിട്ട് ആ ക്രൂശിങ്കിന് മുമ്പിൽ ചെന്ന് ഞാനൊന്ന് കവിണ് വീണ് എൻ്റെ ദൈവത്തോട് ഞാനൊന്ന് അപേക്ഷിച്ചിട്ട് എനിക്ക് പാപമോചനം പ്രാപിപ്പാനായിട്ട് ഓരോ വ്യക്തിക്കും സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നോയമ്പ് ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. ദാവീദ് എന്താ പറഞ്ഞത്? ദാവീദ് ജീവിതത്തിൽ പാപം ചെയ്തപ്പോൾ പ്രവാചകൻ വന്ന് പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? ദൈവമേ എൻ്റെ പാപങ്ങളെ കാണാതെ കൊണ്ട് നിന്റെ മുഖം മറയ്ക്കണമേ. ദൈവമേ എൻ്റെ പാപങ്ങളെ കാണാതെ കൊണ്ട് നിന്റെ മുഖം മറയ്ക്കണമേ എന്ന് ദാവീദ് രാജാവ് അനുതാപത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചു. നമുക്ക് നിലവിളിക്കുവാനായിട്ട് സാധിക്കുമോ? എൻ്റെ പാപങ്ങളെ എൻ്റെ ദൈവമേ, കഠിനരങ്ങളായ എൻ്റെ പാപങ്ങളെ, കഠിനരങ്ങളായ എൻ്റെ അനുസരണക്കേടുകളെ, കഠിനരങ്ങളായ ദോഷചിന്തകളെ, കഠിനരങ്ങളായ ദോഷപ്രവർത്തികളെ എൻ്റെ ദൈവമേ അവിടുന്ന് കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കുകയും ഞങ്ങൾക്കൊരു പാപമോചനം നൽകുകയും ഈ നോയമ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഈ വർഷത്തിലെ അനുഗ്രഹമുള്ള ശുശ്രൂഷയാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപത്തെക്കുറിച്ചുള്ള അനുതാപം നോയമ്പാചരണത്തെ അർത്ഥവത്താക്കുന്നു. പാപത്തെക്കുറിച്ചുള്ള അനുതാപമാണ് നോയമ്പാചരണത്തെ അർത്ഥവത്താക്കുന്നത്. അനുതാപം ഇല്ലാത്ത സ്ഥലത്ത് അനുഗ്രഹങ്ങളില്ല. അനുദപിച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹമുള്ളൂ. തകർന്നു മുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. കണ്ണീരോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചവർ, അനുതാപത്തോടെ പ്രാർത്ഥിച്ചവർ, വേദനയോടെ പ്രാർത്ഥിച്ചവർ, ദുഃഖത്തോടെ പ്രാർത്ഥിച്ചവർ, ആവശ്യഭാരങ്ങൾ നടുവിൽ പ്രാർത്ഥിച്ചവർ, രോഗികളായി കടന്നു വന്ന് പ്രാർത്ഥിച്ചവർ അനേകർ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇന്നെവിടെ ഇരിക്കുന്ന ദൈവജനമേ, അനുഗ്രഹത്തിലെ വലിയ കൂമ്പാരം നിങ്ങളുടെ എല്ലാവരെയും ജീവിതത്തിൽ ദൈവം തന്നിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട ദൈവമാണ്. എന്നെ മരണകരമായ അവസ്ഥയിൽ നിന്നും, ദുഃഖകരമായ വഴിയിൽ നിന്നും, ദോഷകരമായ പാതയിൽ നിന്നും എന്നെ വിടുവിച്ചത് എൻ്റെ ദൈവമാകുന്നു. അവൻ എന്നെ സ്നേഹിച്ചു, അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടുകളയുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധി നിലകൊണ്ടപ്പോൾ ദൈവം എൻ്റെ പാപത്തിനെ കാണിച്ച് ക്ഷമിച്ചു തന്നു. എൻ്റെ ദൈവം എന്നെ ഇതുവരെയും നിലനിർത്തിയിരിക്കുന്നു. രോഗങ്ങൾ വന്നു, ദുഃഖങ്ങൾ വന്നു, ആപത്തുകൾ വന്നു, അപകടങ്ങൾ വന്നു, മരണകരമായ അവസ്ഥകൾ വന്നു,
എല്ലാം ഒന്നെങ്കിലും എൻ്റെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് ഈ ദൈവം എത്ര നല്ലവനെന്ന് എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ സാധിച്ചത് കൊണ്ടാണ് നമ്മൾ കാനാവിലെ കല്യാണത്തിനും അല്ലെന്നുണ്ടെങ്കിൽ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതും അല്ലെങ്കിൽ വരരോഗികളെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യാതൊരു സംശയമൊന്നും അല്ല. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം എനിക്കിത് ചെയ്തു തരുമെന്ന് വിശ്വസിക്കണം. ലോകത്തിലുള്ളതൊന്നും നിങ്ങളെ സഹായിക്കത്തില്ല, ലോകക്കാർ സഹായിക്കത്തില്ല. വേദനിക്കുമ്പോൾ കണ്ണുനീര് കാണുന്ന ദൈവം മാത്രമേ ഉള്ളൂ. കണ്ണുനീരിനെ മറികടക്കാത്തവനൊരു ദൈവമുണ്ട്. ഈ നോയമ്പ് കാലം കണ്ണീരിൻ്റെയും അനുതാപത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ഈ നോയമ്പിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവകൃപ ധാരാളമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിന്റെ കൃപ ലഭിക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, ചില ആവശ്യഭാരങ്ങളുണ്ട്. ആരും സഹായിപ്പാനില്ല, എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ആരോട് പറഞ്ഞാലും നമ്മളെ കളിയാക്കും. നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമ്മളെ കുറയ്ക്കും. ആരോട് പറയാനൊക്കാത്ത പല ഭാരങ്ങളുണ്ട്, പല വേദനകളുണ്ട്. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാനായിട്ട് സാധിക്കണം. ഈ വർഷത്തെ നോയമ്പാചരണം വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്ന അനുഭവമാക്കി രൂപാന്തരപ്പെട്ടാൽ ഈ വർഷത്തെ നോയമ്പ് ജീവിതം അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അർപ്പണബോധമുള്ളവർക്ക് നോയമ്പാചരണം സത്യമായി തീരുകയുള്ളൂ. അർപ്പണബോധം ഉണ്ടായിരിക്കണം. എനിക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കും, എനിക്കിത് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് എൻ്റെ സങ്കടങ്ങളെ ഇറക്കി വയ്ക്കുവാൻ എനിക്ക് സാധിക്കും, എൻ്റെ ആവശ്യങ്ങളെ ഇറക്കി വയ്ക്കുവാൻ സാധിക്കും, എൻ്റെ കുറവുകളെ ഏറ്റുപറയുവാൻ സാധിക്കും. ഏറ്റുപറയുക മാത്രമല്ല, ഉപേക്ഷിച്ചിട്ട് നന്മയോടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോയമ്പാചരണം അർത്ഥവത്തായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഈ ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു, എന്തെല്ലാം വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം അവൻ അധികാരമുള്ള ദൈവമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ, എന്നെ ദൈവം അനുഗ്രഹിച്ചില്ലെന്ന് പറയുവാൻ സാധിക്കുമോ? ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടുവാനായിട്ട് നമുക്ക് ഈ നോയമ്പ് കാലം സാധിക്കണം. ദൈവം നമ്മളെ നടത്തും, ദൈവം നമ്മളെ പരിപാലിക്കും. മാറാത്ത രോഗങ്ങളുണ്ടാകാം, തീരാത്ത വ്യാധികളുണ്ടാകാം. ഡോക്ടർമാർ പറയും മരുന്നില്ല എന്ന് പറയും, ഡോക്ടർമാർ പറയും സൂക്ഷിക്കാൻ പറയും, ഞങ്ങളെ കൊണ്ട് ഇനിയൊന്നും പറ്റത്തില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അനേകരുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദൈവം വിടുവിച്ച അനുഭവങ്ങൾ, ദൈവം നടത്തിയ അനുഭവങ്ങൾ. ഇത് എവിടുന്ന് ലഭിച്ചു? വിശ്വാസത്താൽ ലഭിച്ചു, അല്ലാതെ വേറെ എങ്ങൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സങ്കടങ്ങളെ അർപ്പിക്കുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങളെ അർപ്പിക്കുമെന്നുണ്ടെങ്കിൽ ദൈവം നടത്തി തന്നേ പോവുകയുള്ളൂ. അവൻ നമ്മളെ കളഞ്ഞിട്ട് പോകത്തില്ല, അവൻ നമ്മളെ മാറ്റിയിട്ടിട്ട് പോകത്തില്ല. അവൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ കടന്നു പോവുകയില്ല. അവൻ നമ്മളെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോകുന്ന കർത്താവാകുന്നുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ലഭിക്കുന്നതിന്, ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന്, സൗഖ്യം പ്രാപിക്കുന്നതിന്, ആവശ്യഭാരങ്ങളിൽ വിടുതൽ ലഭിക്കുന്നതിന് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഈ നോയമ്പുകാലം സാധ്യമായി തീരണം. എങ്ങനെയാണ് താഴ്ത്തുന്നത്? ഞാൻ കുറഞ്ഞവനാണെന്ന് പറയല്ല, പിന്നെയോ കുറവുകളെ കണ്ടെത്തി കുറവുകളെ ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഈ നോയമ്പ് കാലം അനുഗ്രഹത്തിന്റെ കാലമായി തീരുകയുള്ളൂ. ധൂർത്തുപുത്രനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കൗമായിൽ നമ്മൾ കേട്ടതാണല്ലോ. ധൂർത്തുപുത്രൻ എന്ത് സംഭവിച്ചു? അവൻ തന്റെ പിതാവിനോട് നിന്നുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടുപോയി ആവശ്യമില്ലാതെ ചെലവഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പന്നികളെ മേയിക്കുന്ന ജോലിയിൽ പോയി പന്നികൾക്കുള്ള ആഹാരം കഴിച്ച് കണ്ണുനീരോടുകൂടെ കഴിഞ്ഞപ്പോൾ അപ്പന്റെ വീട്ടിലെ സുഖങ്ങളെ പറ്റി ഓർത്തു. അവൻ തിരികെ വന്നിട്ട് പറഞ്ഞു, അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. കൂലിക്കാരനൊരുത്തിനെ പോലെ കരുതി എന്നെ കാത്തോളെ എന്ന് പറഞ്ഞു. സ്നേഹവാനായ പിതാവ്, തന്റെ മകനെ കാത്തിരുന്ന പിതാവ്
അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവനെ കുളിപ്പിച്ച് അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് അവന്റെ ഭവനത്തിൽ വലിയൊരു വിരുന്ന് നടത്തി സന്തോഷമായി തീർന്നതുപോലെ നിങ്ങളുടെ തിരിച്ചുവരവ് കൊണ്ട് ഇന്ന് സ്വർഗം സന്തോഷിക്കും. ഈ നോയമ്പ് കാലത്തിൽ നിങ്ങൾ ഈ ഒരു തിരിച്ചുവരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് നമ്മുടെ പിതാവ് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആര് തിരിച്ചു വരും, ആര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അനുതാപത്തോടെ കടന്നു വന്ന് ഈ സ്നേഹ സന്തോഷം പങ്കിടും. അതിനുവേണ്ടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോയമ്പാഞ്ഞത് ഒന്നാമത്തെ ദിവസം കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു അത്ഭുതത്തെ ചെയ്തു. എന്താ അത്ഭുതം? വെള്ളം കോരി വീഞ്ഞാക്കി തീർത്തു. വെള്ളം കോരി വീഞ്ഞാക്കി തീർത്ത വെള്ളത്തിനൊരു സാക്ഷ്യം പറയുവാനുണ്ട്. എൻ്റെ നിങ്ങളെ സാക്ഷ്യം അതായി തീർന്നിരിക്കണം. ഈ നോയമ്പ് കാലത്ത് വെള്ളത്തിന് എന്താണ് പറയാനുള്ളത്? ഞാൻ അഗാധതയിൽ കിടക്കുകയായിരുന്നു, ഞങ്ങളെ ആരും കാണാനില്ലായിരുന്നു, ഞങ്ങളെ ആരും അറിയുവാനില്ലായിരുന്നു. കർത്താവിന്റെ വചനത്താൽ തൊട്ടിയിറക്കി കോരി ഈ 6 കൽപാത്രങ്ങൾ നിറച്ചു വെച്ചു. കൽപാത്രം നിറച്ചു വെച്ച വെള്ളം വീഞ്ഞാക്കി തീർത്തപ്പോൾ അത് ചില മാറ്റങ്ങൾ ഉണ്ടായി. ഒന്നാമത് അവന് ഗുണമുള്ളതായി തീർന്നു, രണ്ടാമത് മണമുള്ളതായി തീർന്നു, മൂന്നാമതായിട്ട് നിറമുള്ളതായി തീർന്നു, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതായി തീർന്നു. ഇതായിരിക്കണം നമ്മുടെ നോയമ്പ് ജീവിതം എന്ന് പറയുന്നത്. കാനാവിലെ കല്യാണ വിരുന്നിൽ നടന്നതായ അത്ഭുതം നോയമ്പിന്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വിഷയമാണെങ്കിലും ഇതായിരിക്കണം നമ്മുടെ ആദ്യോടന്തം. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിയമായ നമുക്ക് നിറമില്ലാത്തവരായിരിക്കും, നമുക്ക് ഗുണമില്ലാത്തവരായിരിക്കും, നമുക്ക് മണമില്ലാത്തവരായിരിക്കും, നമ്മളെപ്പറ്റി ആരും അംഗീകാരമില്ലാത്തവരായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നിനക്ക് ഗുണമുണ്ടാകും, നിനക്ക് മണമുണ്ടാകും, നിനക്ക് പ്രശസ്തി ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊക്കെ മാറും, നിന്റെ സന്തോഷം അതിഭയങ്കരമായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നോയമ്പ് കാലം നിങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ഈ നോയമ്പ് കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാൻ സാധിക്കുമോ? ആ വെള്ളം വീഞ്ഞായി തീർന്നപ്പോൾ ആ വെള്ളത്തിന് പറയുവാനുള്ള സാക്ഷ്യം പോലെ ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധി എൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോൾ, എൻ്റെ പാവങ്ങളെ ഇറക്കി വെച്ചപ്പോൾ, എൻ്റെ ദുഃഖങ്ങളെ ഇറക്കി വെച്ചപ്പോൾ എൻ്റെ ദൈവത്തിന്റെ വാക്കാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു, സമാധാനം ലഭിച്ചു, സന്തോഷം ലഭിച്ചു എന്ന് പറയുവാൻ ഈ നാളുകളിൽ നിങ്ങൾക്ക് ഇടയായി തീരണം. ഈ 50 നോയമ്പ് അവസാനിക്കുന്ന ഈ അവസരത്തില് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നോയമ്പാചരണം വൃഥാവായി പോകരുത് പ്രിയരെ. അത് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് ഈ നോയമ്പാചരണം ഒരിക്കലും ഒരു പേരിന് വേണ്ടിയിട്ടുള്ളതാകരുത്. നമ്മുടെ നോയമ്പാചരണം ഒരിക്കലും ഒരു ചടങ്ങായി മാത്രം മാറരുത്. ഈ നോയമ്പാചരണം അനുതാപത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമയമാക്കി രൂപാന്തരപ്പെടണം. കടന്നു വരുമ്പോൾ നമ്മൾ കൗമാ ചൊല്ലുന്ന അനുതാപമാണല്ലോ. അനുതാപത്തോടു കൂടി നമ്മൾ കൗമാ ചൊല്ലി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ നമുക്കിടയായി തീരണം. അവിടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മുടെ ഈ ദേവാലയം മനോഹരമായ ദേവാലയമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഈ മനോഹരമായ ദേവാലയത്തിന് മുൻപ് ചില ദേവാലയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ 6ാമത്തെ നിർമ്മിതിയാണ്. ഇനി എക്സ്റ്റൻഷനൊക്കെ ചെയ്ത് 6 പ്രാവശ്യം 6ാമത്തെ പ്രാവശ്യം പണിത ദേവാലയമാണ്. ഈ ദേവാലയത്തിന് വലിപ്പമൊക്കെ കുറവായിരുന്നു. അന്ന് കറണ്ടില്ലായിരുന്നു, ബെഞ്ചില്ലായിരുന്നു, യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. കുറച്ച് പുൽപ്പാടല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലായിരുന്നു. മൈക്ക് സെറ്റില്ല, ഒന്നുമില്ല. അനേകം ദൈവജനങ്ങൾ ഇവിടെ കടന്നു വന്ന് ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അനേക അമ്മമാർ ഇവിടെ വന്നിരുന്ന് കണ്ണുനീരോടുകൂടെ കരഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ കരഞ്ഞ എന്തിനാണെന്നറിയാമോ? അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യ ദുഃഖം. 3-4-5 മക്കൾ വീട്ടിലുണ്ട്, ആർക്കും ജോലിയില്ല, ജീവിതം നടത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, ക്ഷാമമുള്ള കാലമാണ്, ഒരു സാധനങ്ങളും കിട്ടാനില്ല, കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന കാലഘട്ടമാണ്, ചോരുന്ന വീടുകളാണ്, വർഷത്തിലൊരിക്കൽ ഓല വാങ്ങി മേയുവാൻ നിവർത്തിയില്ലാതെ ഭാരപ്പെടുന്നവരാണ്. യുവനസഖ്യത്തിന്റെ സെക്രട്ടറിയായി ഞാൻ ഇരിക്കുമ്പോൾ ചില വീടുകളൊക്കെ ഞങ്ങൾ പോയി മേഞ്ഞു കൊടുത്തു യുവനസഖ്യത്തിന്റെ നേതൃത്വത്തില്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ജീവിച്ച അനേക അമ്മമാരിവിടെ വന്നിരുന്നു. ഇവിടെ വന്നിരുന്ന് കരഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവമേ ഓർക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളൊന്നും മാറ്റണമേ, ഞങ്ങൾക്കൊരു സന്തോഷം നൽകണമേ, ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കണമേ എന്ന് ഈ കണ്ണീരോടുകൂടെ ഈ ദേവാലയത്തിന് അങ്കണത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച അനേക ദൈവമക്കളുടെ പ്രത്യാശയുടെ ബിംബമാണ് ഇന്നിവിടെ കാണുന്ന ദേവാലയവും ഇവിടുത്തെ ജനങ്ങളും ഇടവജനങ്ങളും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവജനങ്ങളെ ദൈവം ഇവിടെ നൽകിയത്, അവരുടെ മക്കളെയെല്ലാം ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയുള്ള ഒരു ഭവനം പോലും നമ്മുടെ ഈ ഇടവകയിലില്ല. ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിച്ചു, അനേക ഭവനങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. എന്താണ് ഊറിയന്മാരുടെ പ്രാർത്ഥന, കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന,
വേദനയോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന, സങ്കടത്തോടെയുള്ള പ്രാർത്ഥന, ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥയിലുള്ള പ്രാർത്ഥന, ആരും വിടുവിക്കുവാനില്ലാത്ത അവസ്ഥയിലുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥന ദൈവം കേൾക്കും. ആരും സഹായമില്ലാത്തവർക്ക് ദൈവം സഹായകനാണ്. ആരെയും സഹായിക്കാനില്ലാത്തവരെ സഹായിക്കുന്നതിനായ ദൈവം ഇന്ന് സന്ധ്യയെങ്കിൽ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഈ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വർഷത്തെ നോയമ്പാചരണം ഒരിക്കലും വൃഥാവായി പോകരുത്. ഒരു പുനർചിന്തയുടെയും ഒരു പുനർപരിശോധനയുടെയും പുതിയ തീരുമാനത്തിൻ്റെയും ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെയും മുഖാന്തരമായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ നോയമ്പാചരണം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കടലാസ് പോലെ ആയി പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ താഴുക, ദൈവത്തോട് കുറവുകളെ ഏറ്റുപറയുക, അനുതാപത്തോടെ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ പാപമോചനം പ്രാപിക്കുക, സന്തോഷമായി ജീവിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും, എല്ലാം ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളൊന്ന് വിധേയപ്പെട്ടാൽ മാത്രം മതി, നിങ്ങളൊന്ന് താണാൽ മാത്രം മതി. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള വലം കൈയിൽ ഒന്ന് അമർന്നിരുന്നാൽ മതി. തക്ക സമയത്ത് നിങ്ങളെ ദൈവം ഉയർത്തും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വർഷത്തെ നോയമ്പാചരണം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും അനുതാപത്തിൻ്റെയും അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കഴിഞ്ഞ നാളിലൊക്കെയും ദൈവത്തിന് വലിയ കൃപ വ്യാപരിച്ചതിനാട് സ്തോത്രം. ദൈവമായ കർത്താവെ, കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. അനുതാപത്തോടുകൂടെ തങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട് കർത്താവേ. വാക്കുകൊണ്ട്, വിചാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, എല്ലാ രീതിയിലും കുറവുകളുള്ള ഒരു ജീവിതത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. കർത്താവേ, ഈ പാപക്കറകളെയെല്ലാം കഴുകി ഞങ്ങളുടെ ആത്മീയ വസ്ത്രത്തെ വെളുപ്പിച്ച് കർത്താവേ, അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ നോയമ്പാചരണം ഒരു വൃഥാവായി തീരാതെ ദൈവനാമ മഹത്വത്തിനും ഞങ്ങളെ ഉയർച്ചയ്ക്കും ദൈവത്തോടും നിരപ്പിനും മുഖാന്തരമായി തീരണമേ. നേതൃത്വം കൊടുക്കുന്ന അച്ഛനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതിന് പരം കൃപകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് കൃപയുണ്ടായി കേൾക്കുമാറാകണമേ.